ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എഡ്യൂ ടീച്ചർ കേരള. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറിച്യ കലാപത്തെക്കുറിച്ചാണ് കേട്ടോ. കുറിച്യ കലാപം നടന്നത് 1812 മാർച്ചിലാണ് നടന്നത് കുറിച്യ കലാപം. അപ്പം കുറിച്യ കലാപം നടന്ന വർഷം 1812. അടുത്തത് നോക്കാം. കുറിച്യർ കലാപത്തിന് പ്രധാന കാരണം എന്താണ്? നമുക്കറിയാലേ, കുറിച്യരും കുറുമ്പരും എന്നൊക്കെ പറഞ്ഞ ഗോത്രവർഗക്കാരാണ്. അപ്പോൾ ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് കുറിച്യർ കലാപത്തിന് പ്രധാന കാരണം. ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് കുറിച്യർ കലാപത്തിന്റെ പ്രധാന കാരണം. അടുത്തത്, കുറിച്യർ കലാപ സമരത്തിന്റെ മുദ്രാവാക്യം എന്താണ്? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. അതായത് കുറിച്യർ അല്ലെ, ബ്രിട്ടീഷുകാര് ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് അവരെ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറിച്യർ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യം എന്താണ്? വട്ടത്തൊപ്പിക്കാരെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. അടുത്ത നോക്കാം. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? തോമസ് വാർഡൻ. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ. അടുത്തത്, കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി. അടുത്ത നോക്കാം. ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ഏക ഗിരിവർഗ കലാപം. ദക്ഷിണേന്ത്യയിൽ പുറപ്പെട്ട ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യർ കലാപം. അപ്പോൾ കുറിച്യർ കലാപമാണ് ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ആദ്യ അല്ലെങ്കിൽ ഏക ഗിരിവർഗ കലാപം, കുറിച്യർ കലാപം. അടുത്തത്, കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചതാരാണ്? കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരി. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരി. അടുത്ത നോക്കാം. ബ്രിട്ടീഷുകാർ കുറിച്യ കലാപത്തെ അടിച്ചമർത്തിയത് എന്ന്? 1812 മെയ് 8 അല്ലെ? 1812 മെയ് 8 ബ്രിട്ടീഷുകാർ കുറിച്യ കലാപത്തെ അടിച്ചമർത്തിയത്. അപ്പൊ ചെറിയൊരു ടോപ്പിക്കാണ് ഇന്ന് എടുത്തത്. അപ്പൊ ഇതുപോലെ നമുക്ക് ദിവസവും ഒരു ടോപ്പിക്ക് വീതം എടുക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.